ഹലോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മീൻ കറി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ ആ മീനിനെ പറയുന്നത് വങ്കട എന്നാണ്. മറ്റു സ്ഥലത്ത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ചുമന്നുള്ളി, കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അത് അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയിൽ ഉലുവ ഇട്ട് അതിന് ശേഷം ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട്. ചുമന്നുള്ളി വേണമെങ്കിൽ ചതച്ചിട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അത് ഞാൻ ചതച്ചാണ് എടുത്തേക്കുന്നത്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചുമന്നുള്ളിക്ക് പകരം സവാള വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു തേങ്ങയുടെ പകുതി മുറിയാണ്. അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, കുറച്ച് ഒരു 2-3 ചുമന്നുള്ളിയും കൂടി ഇട്ടിട്ട് ഉള്ള തേങ്ങരപ്പാണ്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ പാൽ പിഴിഞ്ഞിട്ട് ഒഴിക്കാം. ഞാനിപ്പോൾ തേങ്ങ നന്നായി അടിച്ചിട്ടാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ആവശ്യത്തിന് വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയണത്. ഇതിലേക്ക് കുടപ്പുളി ഇടണം. ഞാൻ മാങ്ങ ഇടുന്നത് കൊണ്ട്, മാങ്ങക്ക് പുളി കുറവായതുകൊണ്ടാണ് ചെറിയ വലിപ്പമുള്ള 2 കുടപ്പുളി ഇട്ട് കൊടുത്തേക്കണത്. അപ്പം നിങ്ങൾ കുടപ്പുളി ഇട്ട് വെക്കാം. ഞാൻ മാങ്ങക്ക് കുറച്ച് പുളി കുറവാണ്, അപ്പോൾ അതുകൊണ്ട് കുടപ്പുളി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതിലോട്ട് നമുക്ക് മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് സെറ്റായി വരട്ടെ. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നന്നായി തിളച്ചിട്ടുണ്ട്. മീനൊക്കെ സെറ്റാണ്. പുളിയൊക്കെ കറക്റ്റാണ്. മാങ്ങക്ക് പുളി കുറവായതുകൊണ്ടാണ് കുടപ്പുളി ഇട്ടത്. അല്ലെങ്കിൽ കുടപ്പുളി തന്നെ വെക്കാം. അപ്പോൾ പിന്നെ ഞാൻ ഉപ്പും കൂടി ആഡ് ചെയ്യണത് കാണിക്കാൻ വിട്ടുപോയി. നമ്മൾ അരപ്പ് കലക്കുന്ന സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു താളിപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് കുറച്ച് ചുമന്നുള്ളി, അത് നമുക്കൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ ചുമന്നുള്ളിയും കൂടി നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെയും കൂടി ഇളക്കി കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മീൻ കറിയിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അത് മുളക് പൊടി ഞാൻ കറി കുറവാണ് ഇട്ടത്, അതുകൊണ്ടാണ് മുളക് പൊടി ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. മുളക് പൊടി ഇങ്ങനെ താളിപ്പിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്കതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. ബാച്ചിലേഴ്സിന് ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പികളാണ് നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.